കേരള കോൺഗ്രസ് എമ്മിന് മുന്നിൽ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് 24-നോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൻ സന്നദ്ധനാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF-ന് ബന്ധമില്ലെന്നും എന്നാൽ വോട്ട് വേണ്ടെന്ന് പറയില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. 24-ന്റെ ഫോർ ദ പീപ്പിൾ പരിപാടിയിലാണ് സണ്ണി ജോസഫ് മനസ്സ് തുറന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നണികളിലും പാർട്ടികളിലും ചർച്ചകൾ സജീവമായിരിക്കെയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയത്. LDF വിടില്ലെന്ന് കേരള കോൺഗ്രസ് എം വ്യക്തമാക്കിയെങ്കിലും UDF-ന്റെ വാതിലുകൾ തുറന്നു തന്നെയാണെന്ന് KPCC അധ്യക്ഷൻ. ജോസ് കെ മാണിക്ക് UDF-ലേക്ക് വരുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? അവരും കൂടെ ആലോചിക്കേണ്ടതാണ്, ഞങ്ങളും കൂടെ ചർച്ച ചെയ്യേണ്ടതാണ്. അല്ല, വാതിലുകൾ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു, അടച്ചിട്ടില്ല എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. വാതിൽ തുറന്നു തന്നെ. പേരാവൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ താൻ തയ്യാർ, എന്നാൽ തീരുമാനിക്കേണ്ടത് നേതൃത്വമെന്നും പ്രതികരണം. ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. താങ്കൾ സന്നദ്ധനാണ്. ഞാൻ നാട്ടുകാരുടെ ആഗ്രഹം, ഞാൻ മത്സരിക്കണമെന്നാണ്. പാർട്ടി തീരുമാനത്തിനനുസരിച്ച് ഞാൻ പോകും. MP-മാർ മത്സരിക്കണോ എന്നതിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. ഷാഫി പറമ്പിൽ എവിടെ നിന്നാലും വിജയിക്കും. പാലക്കാട് ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് വിഷയമാകില്ലെന്നും KPCC അധ്യക്ഷൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF-ന് ബന്ധമില്ലെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF-ന് ഒരു ബന്ധവുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട, വോട്ട് ആരുടെയും വേണ്ടെന്ന് പറയുന്നില്ല. അപ്പൊ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി UDF-ന് ഒരു ബന്ധവും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നേതാക്കൾക്ക് CPIM സംരക്ഷണം ഒരുക്കുന്നുവെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു. CPM ഇപ്പോഴും പ്രതികളെ സംരക്ഷിക്കുകയല്ലേ? ഇത്രയും ഗുരുതരമായ ഒരു കേസിൽ ഹൈക്കോടതി ആവർത്തിച്ചു പറയുന്നു, ഈ പ്രതികളുടെ പങ്കാളിത്തം പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ടും അവർക്കെതിരെ പാർട്ടി ഒരു ചെറിയ അച്ചടക്ക നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ കടകംപള്ളി സുരേന്ദ്രനെ ബോധപൂർവം രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ട് എന്നാണോ KPCC പ്രസിഡന്റിന്റെ ആരോപണം? ന്യായമായിട്ടും സംശയിക്കണം. എന്തടിസ്ഥാനത്തിൽ ഇതുവരെയുള്ള നടപടികൾ, ഈ ചോദ്യം ചെയ്യൽ രഹസ്യമാക്കി വെച്ചത്? തിരഞ്ഞെടുപ്പിൽ ചുരുങ്ങിയത് 100 സീറ്റ് നേടി UDF അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസമാണ് KPCC അധ്യക്ഷൻ പ്രകടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.